അലൈക്കും വറഹ്മത്തുള്ള. ഇന്ന് നടന്ന 3-ാം ക്ലാസ്സിലെ ചോദ്യപേപ്പർ ഫിഖ്ഹാണ് വിഷയം. ഒന്നാമത്തെ ചോദ്യം, യോജിച്ചവ ചേർക്കാം. ഇസ്ലാം കാര്യങ്ങളിൽ രണ്ടാമത്തേത്. ബോക്സിലുള്ളത് യോജിച്ചത് എടുത്തെഴുതുക. അതുപോലെ നിസ്കാരം ദീനിൻ്റെ ബാക്കി ബോക്സിലുണ്ട്, അത് എഴുതുക. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ: ശുദ്ധി, വുളൂ ഇല്ലാത്ത അവസ്ഥയാണ്, നജസുകൾ നീക്കാം. ഇവയുടെയൊക്കെ ഉത്തരങ്ങൾ ബോക്സിലുണ്ട്, അത് എടുത്ത് എഴുതുക. രണ്ടാമത്തെ ചോദ്യം, വേർതിരിക്കാം. വുളൂവിൻ്റെ ഫർളുകളും വുളൂവിൻ്റെ ഷർത്തുകളും വേർതിരിച്ചെഴുതാനാണ്. മുഖം കഴുകൽ, തലയിൽ നിന്ന് അല്പം തടവൽ, വെള്ളം തൊഹൂറായിരിക്കുക, 2 കൈയും മുട്ടോടുകൂടി കഴുകുക, നിത്യ അശുദ്ധിയുള്ളവർക്ക് സമയമാവുക. ഇതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് വുളൂവിൻ്റെ ഫർളുകൾ, വുളൂവിൻ്റെ ഷർത്തുകൾ എന്നിവ വേർതിരിച്ചെഴുതുക. മൂന്നാമത്തെ ചോദ്യം, ശരിയാക്കി എഴുതാം. വുളൂവിൻ്റെ ഫർളുകൾ 4 ആകുന്നു. അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ ത്വാഹിറ, ഔറത്ത് മറക്കുക വുളൂവിൻ്റെ ഷർത്താണ്. ഇവകളൊക്കെ ശരിയാക്കി എഴുതുക. ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് കുളി. അത് തെറ്റാണെങ്കിൽ അവകൾ ശരിയാക്കി എഴുതുക. അടുത്ത ചോദ്യം, ഉത്തരം എഴുതാം. നിസ്കാരം നിർബന്ധമുള്ളത് ആർക്കാണ്? അതിൻ്റെ ഉത്തരം അവിടെ എഴുതി കൊടുക്കുക. നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം എഴുതുക. വുളൂഇൽ വെള്ളം ഒലിപ്പിക്കേണ്ട അവയവങ്ങൾ ഏതെല്ലാം അവയവങ്ങളിലാണ് വെള്ളം ഒലിപ്പിക്കേണ്ടത്? പൂർണ്ണമായ വുളൂ ആകാൻ എന്ത് വേണം? അതിൻ്റെ ഉത്തരങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതുക. അതുപോലെ അടുത്ത ചോദ്യം, നജസുകൾക്ക് നേരെ ശരി അടയാളപ്പെടുത്താം. താഴെ കൊടുത്തവയ്ക്ക് നജസുകൾക്ക് നേരെ ശരി അടയാളപ്പെടുത്തുക. രക്തം, ചത്ത മത്സ്യം, ചലം, മൂത്രം, കണ്ണുനീർ. ഇവകളിൽ നജസുകൾ ഏതാണോ അവകൾക്ക് നേരെ ശരി അടയാളപ്പെടുത്തുക. അതുപോലെ അടുത്ത ചോദ്യം, പൂരിപ്പിക്കാം. സുബ്ഹാനക ഡാഷ് വബിഹംദിക അഷ്ഹദു ഡാഷ് ഇല്ലാ അൻത വഅതൂബു ഇലൈക്. ഇവ വിട്ട ഭാഗം പൂരിപ്പിച്ച് എഴുതുക. ഇനി അടുത്ത ചോദ്യം, ഓരോ ഉദാഹരണം കണ്ടെത്താം. ഓരോ ഉദാഹരണം എഴുതിയാൽ മതി. തൊഹൂറായ വെള്ളത്തിന് ഒരു ഉദാഹരണം എഴുതുക. അതുപോലെ ത്വാഹിറായ വെള്ളത്തിന് ഒരു ഉദാഹരണം എഴുതുക. അങ്ങനെ ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ എഴുതുക. ഇതാണ് ഇന്ന് നടന്ന 3-ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ചോദ്യപേപ്പർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.